എന്നാലും ഇപ്പോൾ ധനത്തിലെ പാട്ട് ആനയ്ക്കെടുപ്പതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബീജ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വെസ്റ്റേൺ പാട്ട് പോലെ കുറെ ഇൻസ്ട്രുമെന്റ്സ് മാളിക വാതിൽ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അതിലൊരു വെസ്റ്റേൺ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി. അപ്പൊ എന്തിനു വേറെ സൂര്യോദയത്തിലല്ലേ അതിന്റെ ഓർക്കസ്ട്രേഷനിലൊക്കെ എന്തിനു വേറൊരു സൂര്യോദയത്തിലൊക്കെ ഫ്ലൂട്ടിങ് വരുമ്പോ നമുക്ക് എന്തോ ഒരു ഭയങ്കര രോമാഞ്ചം ഉണ്ടാവും. വെസ്റ്റേൺ ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല, പഠിച്ചിട്ടില്ല. വെസ്റ്റേൺ പഠിച്ചിട്ടൊന്നുമില്ല. കർണാടിക് മ്യൂസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മാഷിന് നോട്ട്സ് മനസ്സിലാവുമായിരുന്നു, അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു ശരി പറഞ്ഞു കൊടുക്കാനും. ഈ അയാൾ കഥ എഴുതുകയെന്ന് പറയുമ്പം ആകാശത്ത് ഒരു അറബിക് സ്വഭാവം, ആരോഗ്യ സ്വഭാവം. അല്ല, അതിന്റെ ഓർക്കസ്ട്രേഷനിൽ അറബിക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃഷ്ണാനി ബേഗനെ ഭാരം എന്നുള്ള കർണാട്ടിക് കൃതിയുടെ ഒരു ചുവട് പിടിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം തിരുമേനിയുടെ പാട്ടുകളിൽ തന്നെ, ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടുകളിലൊക്കെ തന്നെ മാഷ് ചെയ്യുമ്പോൾ ഇത് വെസ്റ്റേൺ എന്നല്ല. പിന്നെ കൈതപ്രസാദിന് അറിയാം, അദ്ദേഹം കർണാട്ടിക് മ്യൂസീഷ്യൻ കൂടിയാണല്ലോ. കർണാട്ടിക് സംഗീതം ആധികാരികമായിട്ട് എൻ്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ പഠിച്ച പിന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും.